ജനറലി ആണെങ്കിൽ കൂടെ നമ്മുടെ ഒരു ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു 4 സ്കിൽസും ഇംപ്രൂവ് ചെയ്യാന്നുള്ളത് മസ്റ്റാണ്. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഒന്നാമത്തെ കാര്യം ലിസ്ണിംഗ് സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മള് അങ്ങോട്ട് നമ്മളിപ്പോ സംസാരിക്കാൻ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കേട്ടാൽ മനസ്സിലാവണം അല്ലെ. ഏത് ലാംഗ്വേജ് ആണെങ്കിലും അത്യാവശ്യം നമുക്ക് കേൾക്കുമ്പോൾ നമുക്കത് ലിസൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്നുള്ളതാണ്. അപ്പോൾ ലിസ്ണിംഗ് സ്കിൽസ് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്നാണ് ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ടത്. ഇത് ആ എക്സാം ബേസ്ഡ് അല്ല ഞാൻ പറയുന്നത്, അല്ലാതെ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്നുള്ളത്. ഒരു സാധാരണ നിലയ്ക്ക് നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ലിസ്ണിംഗ് സ്കിൽസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഞാൻ അതിന് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഫോണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് പഠിച്ച സമയം പോലെയല്ല, ഞാൻ വർക്ക് ചെയ്യാറായപ്പോഴത്തേക്ക് നമ്മുടെ ഫോണും ബ്രൗസിങ്ങും എല്ലാം വളരെ കോമൺ ആയിട്ട് മാറി. നമുക്ക് യൂട്യൂബ് ടീച്ചറായിട്ട് മാറി, ഗൂഗിളുണ്ട്, എന്തും സെർച്ച് ചെയ്യാൻ നമ്മുടെ ഗൂഗിൾ സാറ് വന്നു തുടങ്ങി. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് യൂട്യൂബ് വീഡിയോസ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലിസ്ണിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോസ് തന്നെയാണ് കേട്ടോ അധികം പറയാം. ജനറലി ആണ് ഞാൻ പറയുന്നത്, എക്സാമിനല്ല. ഈ എക്സാമിന് വേണ്ടിയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ മെറ്റീരിയൽസ് ഉണ്ട്, ഓഡിയോസ് ഉണ്ട്, പോഡ്കാസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇത് ജനറലി എനിക്ക് ഇംപ്രൂവ്മെന്റിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. ലിസ്ണിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് യൂട്യൂബ് വീഡിയോസ്. അതിന് തന്നെ ഞാൻ ഒരിക്കലും ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണമല്ലോ എന്നോർത്തിട്ട് ഞാൻ എല്ലാവരും ഇത് കാണാൻ പറയുന്നു, സോ അത് കാണണം, അങ്ങനെയല്ലായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട്, അവരുടെ ഇന്റർവ്യൂസ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്ന കുറച്ച് ഇംഗ്ലീഷിലുള്ള ഇന്റർവ്യൂസ്, പോഡ്കാസ്റ്റ്, ചില ഡോക്യുമെന്ററീസ് ഒക്കെ ഞാൻ കാണുമായിരുന്നു. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മേ ബി നിങ്ങളിത് കേൾക്കുമ്പോൾ കളിയാക്കുമായിരിക്കാം, നമ്മുടെ സദ്ഗുരുവിന്റെ ഈശ ഫൗണ്ടേഷൻ ഉള്ള അതിന്റെ ആളായിട്ടുള്ള നമ്മുടെ സദ്ഗുരുവിന്റെ ഒരുപാട് സ്പീച്ച് ഞാൻ കേൾക്കുമായിരുന്നു. അത് കേൾക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ സമയത്ത് നമുക്ക് മോട്ടിവേഷനും കിട്ടും, നമ്മുടെ ലാംഗ്വേജും ഇംപ്രൂവ് ആവും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം, കുറെ പേർക്ക് അറിയുമായിരിക്കാം. ഞാൻ പറയുന്നത് അതിന്റെ സ്പിരിച്വൽ സൈഡോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ ഒരു കാര്യമല്ല കേട്ടോ. ഞാൻ ഇവിടെ ഭക്തി ഒന്നും ഞാൻ കലർത്തുകയല്ല. എനിക്ക് ഇഷ്ടമുള്ള വിഷയം ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമായിരുന്നു, കേൾക്കാനും ഇഷ്ടമാണ്, ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും. അതേ സമയത്ത് നമുക്ക് കുറെ നമ്മുടെ എന്താ പറയാ ഇംഗ്ലീഷും ഇംപ്രൂവ് ആവും. ഇതെന്റെ വൊക്കാബുലറി ആണെങ്കിലും അതുപോലെ ലിസ്ണിംഗ് സ്കിൽസ് ആണെങ്കിലും ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഈവൻ സ്പീക്കിംഗ് ആണെങ്കിലും വളരെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ സദ്ഗുരുവിന്റെ സ്പീച്ച്. അതുകൂടാണ്ട് പ്രിയങ്ക ചോപ്രയുടെ ചില ഇന്റർവ്യൂസ് ഞാൻ കാണുമായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ ആൾക്കാർ പലതും പറയുമല്ലോ, പല പോഡ്കാസ്റ്റ്, BBC-യുടെ പല പോഡ്കാസ്റ്റ് കാണാൻ പറയുമായിരുന്നു. ആ സമയത്ത് എൻ്റെ പല ടീച്ചേഴ്സും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് അത്ര BBC-യുടെ പോഡ്കാസ്റ്റ് ഒന്നും എനിക്ക് അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അതിന് ഞാൻ എഫേർട്ട് എടുത്തില്ല. കാരണം ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ ആ ഇൻട്രസ്റ്റ് പോകുന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഈ പറയുന്ന പോലെ ഈ പ്രിയങ്ക ചോപ്രയുടെ ഇന്റർവ്യൂസ്, അതുപോലെ കുറച്ച് സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഇന്റർവ്യൂസ് ഞാൻ കാണുമായിരുന്നു, ഇൻക്ലൂഡിങ് ഐശ്വര്യ റായ്, അങ്ങനെയുള്ള കുറച്ച് പേരുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമായിരുന്നു. അതെന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് ആ സമയത്തൊക്കെ അത് കാണുമ്പോൾ എനിക്ക് എല്ലാം മനസ്സിലാവുമോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരുപാട് വേർഡ്സ് മനസ്സിലാവാതെ ഇരിക്കുമായിരുന്നു. ഞാൻ ആ സമയത്തൊക്കെ ആ വേർഡ്സ്, എനിക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിന്റെ മീനിങ് കണ്ടുപിടിക്കുമായിരുന്നു. ഞാൻ തന്നെ അത് സെർച്ച് ചെയ്ത് മീനിങ് കണ്ടുപിടിച്ചിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു വേർഡ് വെച്ചിട്ട് ഒരു സെന്റൻസ് ഞാൻ തന്നെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞാനത് മെമ്മറൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അങ്ങനെ. പിന്നെ അതുകൂടാണ്ട് ഈ ടെക് ടോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ മലയാളത്തില് ജോഷ് ടോക്സ് എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതൊരു മോട്ടിവേഷണൽ ഒരു പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അതുപോലെ ഇംഗ്ലീഷിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ
ടെക് ടോക്സ്, TED ടോക്സ്. ഇത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ കൂടെ ഇപ്പം ഞാൻ അറ്റ് പ്രസന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റുഡൻസിനും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് ടെക് ടോക്സ്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നല്ലതാണ്. നിങ്ങൾ അതിലുള്ള വീഡിയോസ് ഒക്കെ കാണുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും. അത് ഒരിക്കലും നമുക്ക് ബോറിംഗ് അല്ല. അവരെല്ലാം വന്ന് അവരുടെ ലൈഫ് സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇൻസ്പിറേഷണൽ വീഡിയോസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഇൻട്രസ്റ്റഡ് ആയിട്ട് കേട്ടിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങളും അതിലുള്ള വീഡിയോസ് കാണാം. നമുക്ക് ഒരേ സമയം മോട്ടിവേഷനുമാണ്, അതുപോലെ നമുക്ക് ലാംഗ്വേജും ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയായിരുന്നു ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അടുത്തത് സ്പീക്കിംഗ് ആണ്. സ്പീക്കിങ്ങിനും ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് കൂടാതെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചേ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, എനിക്ക് മിസ്റ്റേക്സ് ഉണ്ടോ, എന്റെ ഗ്രാമർ ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന വൊക്കാബുലറി കറക്റ്റ് ആണോ, എന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ കോൺഷ്യസ് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ പോണില്ല. നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് മനുഷ്യരുള്ള ഒരു നാട്ടിലാണ് അല്ലെ. ഒരുപാട് ആൾക്കാരുണ്ട്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നല്ല പ്രൊഫിഷ്യൻസി ലാംഗ്വേജിലുള്ള ആൾക്കാരുണ്ട്, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പല ഇപ്പം ശശി തരൂരിനെ പോലുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഈ വേർഡ്സ് കൊണ്ട് ഇങ്ങനെ അമ്മാനമാടുന്ന ആൾക്കാരാണ്. അപ്പൊ അത്രയും ഒരുപാട് നല്ല ആൾക്കാരുള്ള, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള ആൾക്കാരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഫീൽഡും വളരെ കോമ്പറ്റീറ്റീവ് ആണ്. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും എല്ലാവരും ഓരോ യാത്രയിലല്ലേ, അവരെല്ലാവരും ഡേ ബൈ ഡേ അവരെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവരെല്ലാം നോക്കിയിട്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ ശരിയാണോ, എന്തെങ്കിലും വിചാരിക്കുവോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇംഗ്ലീഷ് നമ്മൾ ഇപ്പം നമ്മുടെ ലാംഗ്വേജ് ആണ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ്, തെറ്റ് പറ്റും, ഉറപ്പായിട്ടും തെറ്റ് പറ്റും, എനിക്കും പറ്റും. ഞാനൊരു പ്രൊഫഷണലി ഇപ്പം ടീച്ചിങ് ചൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ന് കരുതിയിട്ട് ഞാൻ പറയുന്ന എല്ലാം കറക്റ്റാണ്, എന്റെ പ്രൊനൗൺസിയേഷൻ പക്കമാണ്, എന്റെ എന്താ പറയാ, ഞാൻ എഴുതുന്നതെല്ലാം ഒരു മിസ്റ്റേക്സും ഇല്ലാതെയാണ്, എന്റെ ഗ്രാമർ ഒക്കെ 100% ഓക്കെയാണ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും എന്റെ കൂടെയുള്ള ആൾക്കാരും ഞാൻ വായിക്കുന്ന ബുക്സും ഞാൻ കാണുന്നതും കേൾക്കുന്നതും എല്ലാം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെതൊക്കെ കുറവുകളും കൂടുതലുകളും ഒക്കെ എനിക്ക് ഉണ്ടായിരിക്കും. അതുപോലെയാണ് ഓരോ മനുഷ്യരും. അപ്പം നിങ്ങൾ തെറ്റ് പറ്റിക്കോട്ടെ, തെറ്റ് പറ്റും, ഉറപ്പായിട്ടും തെറ്റ് പറ്റും. ആ തെറ്റിൽ നിന്ന് എന്താ പറയാ, ഇംപ്രൂവ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഒരു സംസാരിക്കുമ്പോൾ ഒരു വേർഡ് നിങ്ങൾ മിസ്പ്രൊനൗൺസ് ചെയ്യാണെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഒരു വേർഡ്, അതെന്തു ആയിക്കോട്ടെ. അപ്പൊ ആ സമയത്ത് മേ ബി നിങ്ങളുടെ അടുത്തുള്ള ആൾക്കത് അറിയുമെങ്കിൽ അയാൾ അത് ക്ലിയർ ചെയ്ത് തരും, കറക്റ്റ് ചെയ്ത് തരും. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ ഫ്ലുവന്റ് ആയിട്ട് മാത്രമേ സംസാരിക്കൂ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ പോകുന്നില്ല. ഞാൻ എപ്പോഴും പറയും, അതായത് നമ്മളിപ്പം ഒരു കാര്യം പഠിക്കുമ്പോൾ കുട്ടികളെ പോലെ ആവുക എന്ന് പറയും. അത് ചെറിയ കുട്ടികളെ പോലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ചെറിയ കുട്ടികൾ ഇപ്പം സ്കൂൾസിലാണേലും വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവര് ഒന്നിനെ കുറിച്ചും അവർ ബോധമില്ല. അവർ വളരെ ഇന്നസെന്റ് ആണ്. അവർക്ക് എന്ത് കാര്യങ്ങൾ പറയാനും അവര് ആരെന്ത് പറയുമെന്നോ അല്ലെങ്കിൽ ആരെന്ത് ചിന്തിക്കുമെന്നോ അവർ ചിന്തിക്കാറില്ല. അവരങ്ങനെ സംസാരിക്കും. അപ്പോ അങ്ങനെ സംസാരിച്ച് പിന്നെ അവരതിന്റെ മിസ്റ്റേക്സ് അവർ തന്നെ അത് റിയലൈസ് ചെയ്ത് അവർ കറക്റ്റ് ചെയ്ത് അവർ ലേൺ ചെയ്ത് അവർ അൺലേൺ ചെയ്തിട്ടാണ് അവർ പിന്നെ നാളത്തെ ഒരു സിറ്റിസൺ ആയിട്ട് മാറുന്നത്. അവർ ഇംപ്രൂവ്ഡ് ആയിട്ട് അവരുടെ ഒരു ബെറ്റർ വേർഷൻ ആയിട്ട് മാറുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഞാൻ പണ്ട് പറഞ്ഞ സമയത്ത് എൻ്റെ ഒരു സ്റ്റുഡന്റ് ഇങ്ങനെ പറയാണ്, അവർ ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ കുറച്ച് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് ഇതുപോലെ ഇംഗ്ലീഷ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാണ്. ഒരു കോളേജ് സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നു. യെസ്, കോളേജിൽ തന്നെയാണ്, ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പം ആളോട് ഞാനിങ്ങനെ പറഞ്ഞു, ആള് കുറച്ച് എന്താ പറയാ, അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് എന്നെ പോലെ പണ്ട് ആഗ്രഹിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പൊ ഞാനിങ്ങനെ പറയും, നീ ഒന്നും ഓർക്കണ്ട, നീ സംസാരിച്ചോടാ, ഇംഗ്ലീഷ് സംസാരിക്കുക, നീ ആരും ഇല്ലെങ്കിൽ എന്നോട് സംസാരിക്കുക, എനിക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സമയത്ത് മാക്സിമം ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയും. അപ്പം ആ കുട്ടി പറഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ്സേ എനിക്ക് സംസാരിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഇംഗ്ലീഷിലേക്ക് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ളവർ കളിയാക്കുകയാണ്, എൻ്റെ ഫ്രണ്ട്സ് കളിയാക്കുകയാണ്. അപ്പം നീ വലിയൊരു ഇംഗ്ലീഷുകാരി വന്നേക്കുന്നു അല്ലെ ഇംഗ്ലീഷുകാരൻ വന്നേക്കുന്നു എന്ന് പറഞ്ഞിട്ട് കളിയാക്കുക എന്നാണ് ഈ കുട്ടി അന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു
ഉള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മൾ അത്രയും കാലം മലയാളം പറഞ്ഞ് അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന് നമുക്ക് അത്ര അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതിരുന്ന് നമ്മൾ പെട്ടെന്ന് ഒരു ഇംഗ്ലീഷിലേക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റി നമ്മളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ഓ, അവൻ വലിയൊരു ഇംഗ്ലീഷുകാരൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നീ അത് മൈൻഡ് ചെയ്യേണ്ടേ വേണ്ട. കാരണം അത് നീ തലയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിനക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ കുട്ടി പിന്നെ അത് മൈൻഡ് ഒന്നും ചെയ്യില്ല. ഞങ്ങള് കാണുമ്പോഴൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും. വിളിക്കുമ്പം ആ കുട്ടി പലപ്പോഴും പല ദിവസങ്ങളിലും എന്നെ ഫോൺ ചെയ്ത് സംസാരിക്കും. അപ്പം ആസ് എ ടീച്ചർ ആ കുട്ടിക്ക് ഞാൻ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് തോന്നിയത് ആ ഫോൺ എടുത്ത് സംസാരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ എനിക്ക് പേഴ്സണൽ ലൈഫുണ്ട്. ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഞാൻ ടീച്ചറല്ല, ഞാൻ വീട്ടിലെ ആളാണ്. എനിക്കൊരു പേഴ്സണൽ ലൈഫുണ്ട്. പക്ഷെ എങ്കിൽ കൂടെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു നല്ല കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഫോൺ എടുത്ത് ഞാൻ സംസാരിക്കുമായിരുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. ആ കൊച്ചിനോട് ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ മാക്സിമം ഇംഗ്ലീഷ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ കുട്ടിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഇതെന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താണ്. അപ്പം നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ അതിന് ഷോർട്ട് കട്ട്സ് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ സംസാരിക്കുക. മിസ്റ്റേക്സ് ഉറപ്പായിട്ടും വരും, ആർക്കും വരും, എത്ര ഫ്ലുവന്റ് ആയിട്ടുള്ള ആൾക്കാർക്കും വരും. പക്ഷെ അത് മനസ്സിലാക്കി കറക്റ്റ് ചെയ്തിട്ട് തിരുത്തി വരിക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ വരുന്നത് നമ്മുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ സിലബസ് ആണെങ്കിലും നമ്മുടെ ഒരു സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു റീഡിംഗ് റൈറ്റിംഗ് ആണ്. ചെറുപ്പം തൊട്ടേ നമ്മുടെ LKG തൊട്ടിട്ട് അവര് ഇപ്പൊ കുറെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് സിലബസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ആ ഒരു എന്താ പറയാ ചേഞ്ച് നമുക്ക് മേ ബി ഇൻ ഫ്യൂച്ചർ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ നമ്മൾ പഠിച്ചിരിക്കുന്ന സമയത്തും ഇപ്പൊ കൂടെയാണെങ്കിലും കൂടുതലും ഈ സ്കൂൾ സിസ്റ്റം ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ്. എഴുതാനും വായിക്കാനും പഠിക്കുക, അല്ലെ? നമ്മൾ തന്നെ നഴ്സറി തൊട്ടിട്ട് നമ്മൾ തുടങ്ങുകയാണ് എഴുത്ത് വായന. നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതും, ഇമ്പോസിഷൻ എഴുതും, അതുപോലെ നമ്മൾ ഉറക്ക വായിക്കും. ഇപ്പൊ കുറെ മാറ്റങ്ങളുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ആക്ഷേപിക്കുകയൊന്നുമല്ല ചെയ്യണേ. പക്ഷെ ഓരോ പ്രാവശ്യം ഓരോ എന്താ പറയാ സിലബസ് റിവൈസ് ആയിട്ട് വരുമ്പോഴും കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത് ഒരു കോമൺ ആയിട്ട് എപ്പോഴും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് മാത്രം ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ജനറലി. അപ്പോൾ ഇതൊരു എന്താ പറയാ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, അല്ലെ? റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഉറപ്പായിട്ടും വേണം, വേണ്ടെന്നല്ല. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് സ്പീക്കിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കണം, പ്രൊവൈഡ് ചെയ്യണം. മാക്സിമം അവരെ കോൺഫിഡന്റ് ആക്കി മാറ്റാനുള്ള അത്രയും എക്സ്പീരിയൻസ് അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. ലിസ്ണിംഗ് ആണെങ്കിലും സ്പീക്കിംഗ് ആണെങ്കിലും. അപ്പം എന്നാലും റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്നുള്ളത്, റീഡിങ്ങിന് ഉറപ്പായിട്ടും വായിക്കുക, വേറെ ഷോർട്ട് കട്ട്സ് ഒന്നും തന്നെ ഇല്ല. പിന്നെ മാത്രമല്ല, റീഡിംഗ് എനിക്ക് തോന്നുന്നു നമ്മൾ പ്രത്യേകിച്ച് എഫേർട്സ് ഒന്നും കൊടുത്തില്ലെങ്കിലും സ്കൂൾ തൊട്ടിട്ട് നമുക്ക് അതിനുള്ള നല്ല പ്രാക്ടീസ് സ്കൂൾസിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് റീഡിങ്ങിന്. പിന്നെ ഇപ്പം റീഡിംഗ് ഹാബിറ്റ്സ് കുറഞ്ഞും വരുന്നുണ്ട്, അതും പറയണമല്ലോ. ഇപ്പം ഈ മൊബൈൽ ഫോൺസും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട്, ഗെയിം ഒക്കെ വന്നതുകൊണ്ട് തന്നെ റീഡിംഗ് കുട്ടികൾക്ക് തന്നെ വളരെ കുറവാണ്. അപ്പം മാക്സിമം റീഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളാണെങ്കിൽ നിങ്ങളെ നന്നായിട്ട് വായിക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നാളെ തന്നെ ഒരു നോവൽ എടുത്ത് വായിക്കണം എന്നൊന്നുമല്ല. ഞാനും ഒരു ബുക്ക് വേമോ അല്ലെങ്കിൽ അത്ര റീഡിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ കുറച്ച് ചെറിയ ആർട്ടിക്കിൾസ്, മേ ബി അത് ഇൻസ്റ്റഗ്രാമിൽ വരുന്നൊരു പോസ്റ്റ് ആയിരിക്കാം, ആരെങ്കിലും ഇട്ടൊരു പോസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്ന ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ആയിരിക്കാം. നമുക്ക് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് നന്നായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ബുക്ക് എടുത്തിട്ട് ഒരു നോവൽ മൊത്തം വായിക്കാന്ന് വെച്ചാൽ ഞാനും വായിക്കില്ല, എനിക്ക് അത്ര ഇൻട്രസ്റ്റഡ് അല്ല. നിങ്ങൾക്ക് വായന ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഏത് ലാംഗ്വേജും ഇമ്പ്രൂവ് ആവും. നിങ്ങൾ തന്നെ അത് അറിയുന്നുണ്ടാവും, നിങ്ങളുടെ വായന ഉള്ളവർക്ക്. അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ആർട്ടിക്കിൾ ആയിരിക്കാം, ന്യൂസ് പേപ്പറിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു റൈറ്റിംഗ് ആയിരിക്കാം, ഒരു സ്റ്റോറി ആയിരിക്കാം. അത് മതി. അതിലുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക, മെമ്മറൈസ് ചെയ്യുക, പഠിക്കുക, അതൊക്കെ. ഇനി റൈറ്റിങ്ങിനായിട്ട് വരുമ്പോഴും സെയിം തന്നെയാണ്. നിങ്ങൾ റീഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനായിട്ട് റീഡിങ് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. റീഡിങ് മാത്രമല്ല കേട്ടോ, നമ്മൾ കാണുന്ന വീഡിയോസ് ഒക്കെ നമ്മുടെ വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് ആണ്, അറിയാലോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വേർഡ്സ് ആണ്. നമ്മുടെ വേർഡ്സ്, നമുക്കറിയാവുന്ന വേർഡ്സ് എത്രത്തോളം നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ റൈറ്റിംഗ് ഒക്കെ വരുന്നത്. റീഡ് ചെയ്യുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും വൊക്കാബുലറി ഉണ്ടാവും. വീഡിയോസ് കാണുന്ന ആൾക്കാർക്കും നല്ല വൊക്കാബുലറി ഉണ്ടാവും. ഇംഗ്ലീഷ് വീഡിയോസ്, ഈവൻ നമ്മുടെ മൂവീസ്, ഇംഗ്ലീഷ് മൂവീസ്, സബ് ടൈറ്റിൽ, ഇംഗ്ലീഷ് മൂവീസ് മാത്രമല്ല കേട്ടോ, ഇംഗ്ലീഷ് മൂവീസ് അല്ല ഞാൻ പറയണേ, അതർ മൂവീസ്, ഏത് അതർ ലാംഗ്വേജ് മൂവീസ് ആണെങ്കിലും
സബ് ടൈറ്റിൽ വെച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും, എസ്പെഷ്യലി ഇംഗ്ലീഷ്. അപ്പം ഇതെല്ലാം നമ്മുടെ റീഡിങ് റൈറ്റിംഗ്, പിന്നെ റൈറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റൈറ്റിംഗ് നല്ല ഇൻട്രസ്റ്റ് ആണ് എഴുതാൻ. അതിപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് മാത്രമല്ല മലയാളം ആണെങ്കിലും അതെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡെയിലി ഡയറി എന്ന് തന്നെ പറയാൻ പറ്റില്ല, ഒരു ജേർണലിംഗ് പോലെ എഴുതുമായിരുന്നു. ചുമ്മാ എൻ്റെ ഡേ ടു ഡേ ലൈഫിലുള്ള ഹാപ്പനിങ്സും കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻസ്, മെമ്മറീസ്, ഇതൊക്കെ ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ നോട്ട് ചെയ്യുമായിരുന്നു. അപ്പം ഞാനത് ആദ്യമൊക്കെ, ഇപ്പോൾ ഒക്കെ അതിന് ഇപ്പൊ സമയം കുറവായതുകൊണ്ട് ചിലപ്പോൾ ഒരു സെന്റൻസ് ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ. ആദ്യമൊക്കെ ഒരു പേജ് ഒക്കെ ഞാൻ എഴുതുമായിരുന്നു. മേ ബി 1-2 പേജൊക്കെ ഞാൻ ഡെയിലി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ഈ എഴുതുന്നത് തന്നെയാണ് നമ്മൾ റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. ഇനി അതൊന്നും അല്ലെങ്കിൽ റീഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ആവും. എന്നാലും റൈറ്റിംഗ് മാത്രമാണ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എഴുതുക. കാരണം നമ്മുടെ സ്പെല്ലിംഗ് എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യണമല്ലോ. ഇത്രയാണ് ജനറലി ഈ ഒരു എന്താ പറയാ എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയാസിന് ഒരു മേജർ റോളുണ്ട്. അതിപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക വേറെ എന്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിക്കോട്ടെ, എന്നെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം ഞാൻ കാണുന്ന പോസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ചില വീഡിയോസ് ആയിക്കോട്ടെ, അങ്ങനത്തെ എല്ലാം എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുത്തിയിരുന്ന് വായിക്കും. അതുപോലെ ഞാൻ ചിലപ്പോൾ സംസാരിക്കുന്ന ഒരാൾക്കാർ, അങ്ങനെ എല്ലാം എന്നെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയാ വേറൊരു കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ മെമ്മറൈസ് ചെയ്യാം, അതായത് ഈ വൊക്കാബുലറി ഒക്കെ എങ്ങനെ ഓർത്തിരിക്കുന്നു എന്നൊക്കെ തോന്നാം, അങ്ങനെയൊക്കെ ചോദിക്കാം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഞാനത് പലരോടും ചോദിക്കാറുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കാറുണ്ട്, ഈ വൊക്കാബുലറി ഒക്കെ എങ്ങനെ മെമ്മറൈസ് ചെയ്യാം, ഇതിന്റെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് എങ്ങനെ റീകളക്ട് ചെയ്യാന്ന്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അതിന് റീസെന്റ് എന്റെ സിസ്റ്ററോട് ചോദിച്ചു. അതും കൂടെ പറയട്ടെ, എന്റെ സിസ്റ്റർ എന്ന് പറയുന്നത് ആളൊരു ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്, ബാങ്കറാണ്. പക്ഷെ ആള് വളരെ നല്ല ഇംഗ്ലീഷിൽ നല്ല പ്രൊഫിഷ്യൻസി ഉള്ള ആളാണ് കേട്ടോ. ഞാൻ വളരെ എന്താ പറയാ, ഈവൻ ഞാൻ ഇംഗ്ലീഷ് ഒരു പ്രൊഫഷണലി ഒരു ടീച്ചറായിട്ട് കൂടെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്റെ സിസ്റ്ററെ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നാറുണ്ട്. കാരണം ആളുടെ പ്രൊനൗൺസിയേഷൻ ആയിക്കോട്ടെ, ആള് യൂസ് ചെയ്യുന്ന വൊക്കാബുലറി, ആള് കാണുന്ന വീഡിയോസ്, അപ്പം എല്ലാം ഈ പറയുന്ന പോലെ വളരെ നമുക്ക് ഒരു അഡ്മിറേഷൻ തോന്നുന്ന ഒരു ആളാണ് എൻ്റെ സിസ്റ്റർ. അപ്പം ഞാൻ ആളോട് ചോദിക്കും, എങ്ങനെയാണ് ഈ വേർഡ്സ് ഒക്കെ ഈ പറയുന്ന പോലെ ഓർത്ത് വെക്കുന്നത്? ഈ വേർഡ്സ് മാത്രമല്ല, വൊക്കാബുലറി മാത്രമല്ല, ആള് ഈ പറയുന്ന പോലെ ചില ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ്, അതുപോലെ അവരുടെ IDs ഒക്കെ ഓർത്ത് വെക്കും, അതൊക്കെ ഷെയർ ചെയ്യും. എന്നിട്ട് ഇന്ന ആളുടെ, അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആക്റ്റീവ് ആണെങ്കിൽ കൂടെ എനിക്ക് അക്കൗണ്ട്സിന്റെ നെയിമോ കാര്യങ്ങളോ ഒന്നും ഞാൻ അങ്ങനെ ഓർത്ത് വെക്കാറില്ല. ഈവൺ ചില വേർഡ്സ് ആണെങ്കിലും ഞാൻ മറന്നു പോകും പെട്ടെന്ന്. അപ്പൊ എനിക്കിത് ഏറ്റവും ആപ്റ്റ് ആയിട്ട് തോന്നിയത് എന്റെ സിസ്റ്ററാണ്. കാരണം ആള് അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അതെ. എസ്പെഷ്യലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വൊക്കാബുലറി, പല വേർഡ്സും ഞാൻ സത്യം പറഞ്ഞാൽ പഠിച്ചിട്ടുള്ളത് എന്റെ സിസ്റ്ററിൽ നിന്നാണ്. ഒരുപാട് വേർഡ്സ് കേട്ടോ. പിന്നെ പ്രൊനൗൺസിയേഷൻ ആണെങ്കിൽ കൂടെ ആള് വളരെ കോൺഷ്യസ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? കാരണം ആളീ പറഞ്ഞ പോലെ ടീച്ചിങ് അല്ല, അല്ലെങ്കിൽ വേറൊരു പ്രൊഫഷനാണ്, അവിടെ അത്രത്തോളം ഇംഗ്ലീഷ് വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത്, ഒന്നാമത്തെ കാര്യം ഈ എറണാകുളം എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റി ആളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തില്. കാരണം നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മൾ കാണുന്ന ആൾക്കാരെല്ലാം വളരെ ക്ലാസി ആയിട്ടുള്ള, ഇപ്പം വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്, ഈവൻ ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ. അപ്പം ആ ഒരു ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ആള് പറഞ്ഞത്, എപ്പോഴും ആൾക്ക് എന്നെ പോലെ തന്നെ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ലാംഗ്വേജിന് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, പഠിക്കാൻ അതിൽ പ്രത്യേക ടേസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പം ആള് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഈ പ്രൊനൗൺസിയേഷൻ കാര്യങ്ങളൊക്കെ ആൾ ഇപ്പം ഒരു ബ്രാൻഡ് നെയിം ആയിക്കോട്ടെ, ഒരു ഹോട്ടൽ നെയിം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ നെയിം ആയിക്കോട്ടെ, ഇതെല്ലാം ഇതിന്റെ പ്രൊനൗൺസിയേഷനൊക്കെ ആള് നല്ല രീതിയിൽ നോക്കാറുണ്ട്. അപ്പം അത് കേട്ട് കഴിയുമ്പം ഈ പറഞ്ഞ പോലെ അത് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. അത് പർപ്പസ്ഫുള്ളി എഫേർട്ട് എടുത്ത് ശ്രമിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് പറഞ്ഞത് ആൾക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ക്ലാസി ഫീലിംഗ് ഉണ്ടാവണം. സംസാരിക്കുമ്പം ഒരു അത്യാവശ്യം നന്നായിട്ട്
ഒരു നല്ല സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യണം എന്നുള്ളതാണ് ആൾ എന്നോട് പറഞ്ഞത്. വളരെ നല്ല രീതിയിൽ അപ്രീസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പം അതിനുവേണ്ടി കൊടുക്കുന്ന എഫേർട്സ് അല്ലെങ്കിൽ അതത്ര ഈസി അല്ല. ഇപ്പൊ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ബ്രാൻഡ് ആയിക്കോട്ടെ, ഇതുപോലെയുള്ള വേർഡ്സ് മെമ്മറൈസ് ചെയ്യാന്നുള്ളത് നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് അത് നമ്മളുടെ ഒരു ഭാഗമാണ്. അത് ഞാൻ ഇപ്പോൾ ഒരു വേർഡ് നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ളത് അത് എൻ്റെ ഒരു നീഡാണ് അല്ലേ. അപ്പോൾ അല്ലാതെ ഞാനത് മിസ്പ്രൊനൗൺസ് ചെയ്യുമ്പം ആള് പറഞ്ഞു ആൾക്ക് അതൊരു ഭയങ്കര വിയേർഡ് ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ചില വേർഡ്സ് മിസ്പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആൾക്ക് ഭയങ്കര ഒരു മോശമായിട്ട് തോന്നുന്നൊക്കെ. ശരിയാണ്, അങ്ങനെ തോന്നണം. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ചു വരുമ്പം നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ നമ്മളത് പഠിക്കുക, അതുപോലെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. എപ്പോഴും നമ്മൾ നന്നായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെയല്ല എഫേർട്ട് ഇടേണ്ടത്, അതിലൊരു തെറ്റുമില്ലല്ലോ. അപ്പൊ എനിക്കത് വളരെ എന്താ പറയാ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാനൊരു ഷോർട്ട് കട്ട് അറിയാം, അതായത് ഈ വേർഡ്സ് ഒക്കെ എങ്ങനെ മെമ്മറൈസ് ചെയ്യാമെന്നുള്ള ഒരു ഷോർട്ട് കട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആളെ വിളിച്ചത്. അപ്പൊ ആള് പറഞ്ഞത് ഇങ്ങനെയാണ്, ആള് കൊടുക്കുന്ന ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള എഫേർട്ട് തന്നെയാണ് അതിന് പുറകിൽ, അല്ലാതെ വേറെ ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഫോളോ ചെയ്യാം, നിങ്ങളെ ഡേ ബൈ ഡേ ഒരു ബെറ്റർ ആക്കി എടുക്കാം. അതുകൂടാതെ ഞാൻ വേർഡ്സ് ഒക്കെ മെമ്മറൈസ് ചെയ്യുന്നത് ഈ പറയുന്നത് എനിക്ക് അറിയാത്ത വേർഡ്സ് ആണെങ്കിൽ ഞാൻ ഇത് എഴുതി വെച്ചിട്ട് ആ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ എന്റേതായിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കിയിട്ട് ഞാനത് ചുമ്മാ 1-2 സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്കത് മൈൻഡിൽ രജിസ്റ്റർ ആവും. അപ്പൊ നെക്സ്റ്റ് ടൈം എനിക്കത് ഓർത്ത് വെക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലപ്പം എനിക്ക് ഓർമ്മ വരാറില്ല, ചിലപ്പോൾ ഞാൻ ചില വേർഡ്സ് മിസ്പ്രൊനൗൺസ് ചെയ്യാറുണ്ട്, ചിലപ്പം എനിക്ക് ചില വൊക്കാബുലറി തന്നെ സ്ട്രഗ്ലിംഗ് ആയിട്ട് തോന്നാറുണ്ട്, കിട്ടാറില്ല ചില സമയത്ത്. അങ്ങനത്തെയൊക്കെ സ്കിൽ ഇപ്പോഴും അത് എന്താ പറയാ അങ്ങനെ നടക്കാറുണ്ട്. സോ അതുകൊണ്ട് എന്താ പറയാ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് അതിന് കൊടുക്കുന്നോ അത്രത്തോളം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതിന് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്താ പറയാ ഒരു വലിയ റിച്ച് ഫാമിലിയിൽ വരണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ പോയി താമസിക്കണമെന്നോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ടിന് എന്തായാലും ഒരു ഡേ അതിന്റെ റിസൾട്ട് കിട്ടും. അതിപ്പോ എന്ത് തന്നെയാണെങ്കിലും അതെ, നിങ്ങൾ എഫേർട്ട് ഇടുക എന്നുള്ളതാണ് മസ്റ്റ് ആയിട്ടുള്ള. അതിനൊരു ഉദാഹരണമാണ് ഞാൻ. അല്ലാതെ എനിക്കും അങ്ങനെ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പോലും ഞാൻ പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ആ സാഹചര്യത്തിൽ. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ഇപ്പം എൻ്റെ ഒരു പ്രൊഫഷൻ തന്നെ ഇംഗ്ലീഷ് ഒരു ടീച്ചിങ്ങിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് സാധിക്കും. എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ആർക്കും പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പം കുറച്ച് ടൈം കൊണ്ട് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എത്ര എഫേർട്ട് കൊടുക്കുന്നോ എത്ര ഇൻട്രസ്റ്റ് ഉണ്ടോ അതിനനുസരിച്ച് അത് ടൈം വാല്യൂ ചെയ്തേക്കാം. മേ ബി നിങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാം ഗ്രാസ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് കുറച്ച് ബോറിംഗ് അല്ലെങ്കിൽ അത്ര ഇൻട്രസ്റ്റഡ് അല്ല എങ്കിൽ കുറച്ച് അധികം ടൈം എടുത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാണ്, ഞാൻ ഒരുപാട് വർഷങ്ങൾ ലാംഗ്വേജ് ലിറ്ററേച്ചർ എന്നും പറഞ്ഞിട്ട് കളഞ്ഞെങ്കിലും എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്തത് ഇംഗ്ലീഷ് എനിക്കൊരു നെസസിറ്റി ആയിട്ട് വന്നപ്പോഴാണ്. ഞാൻ ടീച്ചിങ് ഇത് ചൂസ് ചെയ്ത് എനിക്ക് പഠിപ്പിക്കണം എന്നുള്ളൊരു നീഡ് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്തത്. അതിന് വർഷങ്ങൾ എടുത്തു എന്ന് തന്നെ പറയാം. ഇപ്പം എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു ലെവലിലേക്ക് എത്താണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ഇപ്പൊ ഞാൻ ഏത് ലെവലിലാണോ നിൽക്കുന്നത് ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ കുറെ വർഷങ്ങൾ എടുത്തു. അതിന് ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തേണ്ടതായിട്ട് വന്നു. അവിടുന്ന് ഞാൻ കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യേണ്ടതായിട്ടും അൺലേൺ ചെയ്യേണ്ടതായിട്ടും കറക്റ്റ് ചെയ്യേണ്ടതായിട്ടും ഒക്കെ വന്നു. അങ്ങനെയാണ് എനിക്ക് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷിലേക്ക് എത്തിയത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പം വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, പഠിക്കുക, അതിനുവേണ്ടി എഫേർട്ട് കൊടുക്കുക. നാളെ നിങ്ങൾക്കും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. പിന്നെ ഇനി തുടർന്നുള്ള വീഡിയോസിൽ എപ്പോഴും ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. മേ ബി നിങ്ങൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യമേ ഉണ്ടായിരിക്കില്ല. അപ്പം മേ ബി നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ എന്തായാലും ഒരു കംപ്ലീറ്റ് ഇംഗ്ലീഷ് ചാനലായിട്ട് മാറാൻ പോവാണോ? അങ്ങനെയൊന്നുമല്ല. ചിലപ്പം എനിക്ക് സമയമുള്ളതിനനുസരിച്ച് ചില ഷോർട്സ് ഒക്കെ ആയിട്ട് ഞാൻ വരാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതും എൻ്റെ ഒരു ടൈം സിറ്റുവേഷൻസ് ഒക്കെ അറിയാമല്ലോ, കുഞ്ഞുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ അനുസരിച്ചായിരിക്കും ഞാൻ വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ഇത് അതിനൊരു ഇൻട്രഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണെന്ന് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും ചെയ്യാം.
അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് കമന്റ് ചെയ്യുക, മറക്കാതെ കമന്റ് ചെയ്യുക. കാരണം ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അത് ഒരു ഹെൽപ്പ് ആവും കേട്ടോ. അത് മസ്റ്റായിട്ടും ഹെൽപ്പ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ചിലപ്പോൾ അതായിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇത്രയാണെന്ന് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു.